പ്രിയരെ കലാസ്നേഹികളെ, ഒരു 60 വയസ്സാകുമ്പോൾ ഒരു ഡപ്പം മരുന്നും ഒരു പാത്രം കഞ്ഞിയും ഒരു ഓലപ്പുരയും ഉണ്ടെങ്കിൽ ശിഷ്ടകാലം ഷഷ്ടി പൂർത്തിയായതും വിശ്വസിച്ച് വാർദ്ധക്യത്തിൽ എവിടെയെങ്കിലും വീണ് പോകരുതേ, വീണാൽ അവിടെ എണീക്കാൻ പറ്റണമെന്നും പ്രാർത്ഥിച്ച് ഏതെങ്കിലും സൈഡിൽ ഒതുങ്ങിക്കൂടുന്ന സാധാരണ മനുഷ്യരിൽ നിന്ന് അടുത്ത ചിങ്ങത്തിൽ 60 ആയാലും 30കളിലെ സൗന്ദര്യവും ചുറുചുറുക്കുമായി ജീവിക്കുന്ന ചില അനാവശ്യ അമാനുഷിക കഥാപാത്രങ്ങൾ നമ്മൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? തെലുങ്ക് ദേശത്തെ നായകന്മാർക്ക് എന്നും ചെറുപ്പമാണ്. അത് അവരുടെ കഴിവും കഠിന പ്രയത്നവും കൊണ്ടാണെന്ന് നമ്മൾ അംഗീകരിക്കാറില്ല. കാമം ഒരു കടൽ പോലെ അലയടിക്കുന്ന അവർക്കുള്ളിൽ ഇന്നും ഒരു ചെറുപ്പക്കാരൻ ചുരുട്ടും വലിച്ചിരിപ്പുണ്ട്. ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എനിക്ക് എത്ര വയസ്സായാലും നിനക്കെന്ത്. അഭിനയിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കാമതേജ. സോ ഈ പടം ആരംഭിക്കുന്നത് തന്നെ ഗ്രാവിറ്റിയിൽ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടാണ്. വേഗത കാരണം ഭയന്നു പോയ കാറ് ഭൂമിയുമായി ബന്ധം പിരിഞ്ഞ് വായുവിൽ അഭയം പ്രാപിച്ചിരിക്കവേ എല്ലാ സിനിമയിലും ഒരു ബനിയനും കഴുകാത്തൊരു ജാക്കറ്റ് വിട്ട് അത് തന്നെ ഇതിലും ആവർത്തിച്ച് തന്റെ സാഹസികത കണ്ട് അന്തം വിട്ട് അലിവയായി നിൽക്കുന്ന 2 നായികമാർക്ക് മുന്നിലൂടെ കാർ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഏറി നിർത്തി ട്രംപ് എന്തിനാണ് മോദിയെ കയറി പിടിച്ചതെന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കും. ഇത് ഞാൻ ചുമ്മാതെ ആക്കിയതാണെന്ന് വിചാരിക്കില്ലേ. സിനിമയിൽ ഇതുപോലെ ഏറെ നിന്നിട്ട് 2 മിനിറ്റ് എങ്കിലും ആലോചിക്കും. ഇനി നമ്മുടെ രവിതേജ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം ആ നാട്ടിലെ ഒരു കൊച്ചു വെള്ളാപ്പള്ളിയാണ്. ഐ മീൻ ഒരു മദ്യ കമ്പനി മുതലാളി. മദ്യമല്ല, ആക്ച്വലി ഇറ്റ്സ് വൈൻ. അങ്ങനെ ഇരിക്കുക അവരുടെ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് സ്പെയിനിൽ ഒരു വലിയ കമ്പനിക്ക് അയക്കുകയും അത് അവിടുന്ന് റിജക്ട് ആകുകയും ചെയ്യുന്നു. എന്തിനാണ് അവർ റിജക്ട് ആക്കിയതെന്ന് അറിയാനായി അദ്ദേഹം നേരിട്ട് സ്പെയിനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അത് ആ കമ്പനിയുടെ മുതലാളി ബിക്കിനിയിട്ട് ബീച്ചിൽ കൂടെ നടന്നു വരണം. എടാ ഇതൊന്നും കണ്ട നമ്മ മലയാളികൾ ഇപ്പൊ വീഴൂലടാ. ഇവിടെ രേണു സുധിക്ക് വരെ ഉണ്ട് ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ. കവിഹൃദയമുണ്ടോ? ഇത് കണ്ട് കാമം കയറിയ തവള ഗിറ്റാർ എടുത്ത് ഇറങ്ങും. നടിയുടെ ഉമ്മറും പിന്നാമ്പറും ഒക്കെ കാണിച്ചു കഴിഞ്ഞതും നായകൻ ഗിറ്റാർ കിട്ടങ്ങ് ഇറങ്ങി. അലില വയറുള്ള ചാവല്യമ്മേ നിന്നെ അങ്ങനെയെന്ന് വിളിച്ചോട്ടെ ഞാൻ. ആ പെണ്ണിന്റെ അച്ഛനെക്കാളും പ്രായമുണ്ട് ഈ തന്തയ്ക്ക്. രവിതേജ ഈസ് ടു മച്ച് ഒബ്സസ്ഡ് വിത്ത് കാമ റോൾസ്. ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് രക്ഷാബന്ധൻ എന്ന് പേരിട്ട് ആ സിനിമയെന്നൊരു ഇങ്ങനെ പിന്മാറിക്കളയും. മിനിമം ഒരു 5 ഐറ്റം ഡാൻസും ഒരു 2 നായികയും ഇങ്ങനെ ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും നിർബന്ധമാണ്. സോ അങ്ങനെ ബീച്ചിലൂടെ ബിക്കിനിട്ട് നടക്കുന്ന നായികയെ കബളിപ്പിക്കാൻ ഒരു 3-4 ആറാട്ടണ്ണന്മാർ അങ്ങോട്ട് വരികയാണ്. അപ്പോഴത് അവിടെ മറ്റൊരുത്തൻ ആ തള്ളി നിൽക്കുന്ന വയറ് കണ്ടാൽ അറിയില്ലേ ഇവൻ ആ നായികയുടെ പി ആണെന്ന്. സിനിമയിൽ കോമഡി കൈകാര്യം ചെയ്യണത് ഇവനാണത്രേ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ മുതൽ അഭിനയിക്കാൻ കയറിയവനാണ് അവൻ. അവന്റെ കുലത്തിന് അവൻ അഭിമാനം തന്നെ. മൂലം കയറിയ പാന്റ് വിട്ട് വന്നേക്കാണ് മുണുങ്ങാൻ. If madam in the sky, I'm the thunder. If madam in the sea, I'm the sand. If madam in the cuckoos, he's the closet. എടാ ഒന്ന് മാറി പോടാ അവിടെ. ഈ കാട്ടുപോത്തിന് കോമഡി എന്താണെന്ന് അറിയാമോ? കാട്ടവരാധം കോമഡിയാണെന്നാണ് അവന്റെ വിചാരം. സ്വന്തം തല ബലിക്കല്ലാണെന്നും പറഞ്ഞ് ഓൾറെഡി പൊട്ടിച്ചു വെച്ച തേങ്ങ തലക്കടിച്ച് തന്റെ മേടത്തോടുള്ള ആത്മാർത്ഥതയൊക്കെ തെളിയിക്കും. ഇവന്റെ തലച്ചോറ തോളി കിടക്കണ ബാഗിനകത്തിരിക്കുകയാണ്. അതുകൊണ്ട് തലയിൽ തേങ്ങ അടിച്ചാലും കുഴപ്പമില്ല. അയ്യോ രക്തം വരുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓഫീസിൽ ജോലിയുണ്ട് മാഡം. മാത്രമോ കുറച്ച് പട്ടിക്കാട്ടം എങ്ങനെ റോഡിൽ കിടന്നാൽ നായിക അത് ചവിട്ടുമെന്ന് കരുതി അവന്റെ കൈ അതിന് മുകളിൽ കൊണ്ടുവെക്കും. കോമഡി എന്നൊക്കെ പറഞ്ഞ ദിലീപ് ലെവല് കോമഡി. ഇത്തരം കോമഡി ഒക്കെ കണ്ട് പേട്ടം വരെ പറഞ്ഞു പോയി ഇതൊക്കെ ചളിയല്ലേ എന്ന്. സോ ഗയ്സ് നമ്മുടെ രവി തേഞ്ഞയ്ക്ക് ഇവനെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി ഇവൻ ഒരു ഫ്രോഡ് ആണെന്ന്. ആ എണീച്ചു കൂടാ തണ്ണിമത്ത മൊണ്ണെ അവിടെ നിന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നോക്കുമ്പോ ഇടുപ്പിൽ നമ്മുടെ ഭക്തന്റെ ടാറ്റി വെടിച്ചൊരു വെള്ളക്കാരി നടന്നു പോവുകയാണ്. അത് 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബൈനോക്കുലർ വെക്കാതെ ഇവൻ സൂം ചെയ്ത് കണ്ടെത്തും. നല്ല അർപ്പണബോധമുള്ള സ്ത്രീ. അവന്റെ മോന്ത തന്നെ ടാറ്റി ഓടിച്ചു വെച്ചേക്കല്ലേ. അപ്പൊ തന്നെ അവളെ പിടിച്ചിരുത്തി കാര്യം ചോദിക്കുമ്പോഴാണ് അറിയണത് 10 കോടി രൂപയ്ക്ക് അവളുടെ കട മുതൽ കടലാസ് വരെ അവ വാടകയ്ക്ക് എടുത്തേക്കാണെന്ന്. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്ന് അറിയോ? അവളിന്റെ കൂടെ ഒരാണുള്ളതാ. അതേടാ ഞാൻ മഞ്ജുന്റെ പെണ്ണാ. സംഭവം ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഗൈസ്? ഇവന്റെ മുതലാളി പെണ്ണിന്റെ ഓപ്പോസിറ്റ് ഉള്ള കമ്പനിയിലെ മുതലാളിയുമായി കമ്പനി അടിച്ച് അവളെ നൈസായിട്ട് അങ്ങ് ചതിക്കുകയാണ്. ഇത്രയും ഓവർ ആക്ടിങ് കാണിക്കുമ്പോഴേ നമുക്ക് അറിഞ്ഞൂടെ ഇവന്റെ മോന്ത കണ്ട് അറിഞ്ഞൂടെ ഇവ ഒരു ജാരസന്തതി ജാരനാണെന്ന്. അങ്ങനെ നമ്മുടെ രവി തേഞ്ഞ നായികനെ ഒരു ബാറിൽ വെച്ച് കണ്ട് ഇവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതോടെ അവൾ അവനെ കൈയോടെ പൊക്കി വെടി വെച്ച് ഓടിക്കും.
അതിന്റെ സന്തോഷത്തിൽ അവൾ ഇവനെ വന്ന് കണ്ടിട്ട് പറയും നമുക്കൊരു ഡാൻസ് കളിച്ചാലോ. അയ്യോ അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുവായിരുന്നു. പടം തുടങ്ങി ഇത്രയും സമയമായിട്ടും നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടും ഒരു ഡാൻസ് അങ്ങോട്ട് കളിച്ചില്ലല്ലോ. ഭാ എന്നാ നമുക്ക് ഇപ്പൊ തന്നെ കളിച്ചു കളയാന്നും പറഞ്ഞ് അവര് നേരെ പോയി ഒരു ഡാൻസ്. ഒന്ന് ചേർന്നാലോ പെണ്ണെ മുത്തം തന്നാലോ. വയലാർ എഴുതുമോ ഇതുപോലെ? മഹാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ. ഡാൻസ് കളിച്ച് മൂടായ രവിതേജ അവളെയും വിളിച്ചൊരു ഹോട്ടലിൽ കൊണ്ട് ഒരു റവ പൂജ അങ്ങ് നടത്തും. ആരോടും പോയി പറയരുതീ കഥ ഡൈമ പൊന്ന ഡൈമ. ഇത്തിരി അഴിയതും കൂടെ അത്ര നാറ്റം. പിറ്റേ ദിവസം രാവിലെ ഉറക്കണിച്ച് അവർ പരസ്പരം പറയും പൊന്നിനും വെള്ളിക്കും ഒരേ ഭാരമാണ്, പക്ഷെ വില വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിച്ച് കെട്ടിപ്പിടിച്ചങ്ങ് പിരിയും. കുത്തഴിഞ്ഞ ഒരു ജീവിത രീതിയാണ്, അതൊരു ആഭാസമാണ്. ബട്ട് വെയിറ്റ് ഗൈസ്, നമ്മുടെ രവിതേജയ്ക്ക് ഒരു ഭാര്യയുണ്ട് അങ്ങ് ഹൈദരാബാദിൽ. ഭാര്യ എന്നൊക്കെ പറഞ്ഞ അവളൊരു വല്ലാത്ത ഭാര്യ. അങ്ങ് സ്പെയിനിൽ നിന്ന് വന്നപ്പോ ഇവളൊരു ജാക്കറ്റ് അവന് വാങ്ങിച്ചു കൊടുത്ത്. നിന്റെ ഡ്രസ്സെല്ലാം ഞാനല്ലടാ എടുക്കണേന്നും പറഞ്ഞ് ആരോട് ചോദിച്ചിട്ട് നീ ജാക്കറ്റ് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ ആ ജാക്കറ്റ് ഊരി അവൾ ഡ്രൈവറിന് കൊടുക്കും. പൊസസീവ്നെസിന്റെ പീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു പോസ്റ്റ്മാൻ പറഞ്ഞത് പെണ്ണാണെങ്കിൽ അവളെ പോലും വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല ഇവള്. അങ്ങനെ ഇരിക്കെ ഗിൽട്ട് അടിച്ച് നമ്മുടെ രവിതേജ നേരെ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണും. അയാളാണെങ്കിൽ ആറാട്ടണ്ണന്റെ അനിയൻ. ഒരു കാര്യം അറിയൂ, ഒരു ദിവസം 10,000 പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. 1,00,000 പെൺപിള്ളേര് എന്നെ നോക്കുന്നുണ്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ഉപദേശം കേട്ട് രവിതേജ ഒട്ടും സമയം കളയാതെ നേരെ ഭാര്യയെ വിളിച്ചോണ്ട് പോയി ഒരു ഐറ്റം ഡാൻസ് അങ്ങ് വെച്ചു കൊടുക്കും. Men will be men. അപ്പോഴതാ വരുന്നടാ നമ്മുടെ സ്പെയിൻ കയറി നേരെ ഇന്ത്യയിലോട്ട്. ഇനി അരിയും പൊരിയും നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് വേർതിരിക്കാന്നും പറഞ്ഞ അവൾ വീണ്ടും ഇവന്റെ നമ്പർ വാങ്ങിച്ചോണ്ട് പോയി ഇവനെ കിടന്ന് വിളിക്കും. അളിന് സത്യത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയ അബദ്ധം കാരണം ഇപ്പൊ ആകെ രവിതേജ പെട്ടിരിക്കുകയാണ്. ഇത് അങ്ങേരെ അളിയനാണ്. ഇത് രവിതേജയുടെ ഓഫീസാണെന്നും പറഞ്ഞ അവൾ ഇവിടെ വിളിച്ചു വരുത്തും. ഇവനാണെങ്കിൽ വാഴയെ തുണി ഉറ്റിയെ അതിൽ വലിഞ്ഞു കയറുന്ന ഒരുത്തൻ. ഇതിലെ ചില സീനൊക്കെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു ഈ പടമൊക്കെ ഇപ്പോഴും ആരെങ്കിലും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുമെന്ന്. അല്ല അതെന്തിനാ, ഇവിടെ അകൽമാരാർക്കും കിട്ടും 69 വോട്ട്. പോളിംഗ് ബൂത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇവരെ കണ്ടപ്പോഴേ അവന് മനസ്സിലാവും അവർ വോട്ടെടുപ്പ് നേരത്തെ കഴിഞ്ഞതാണെന്ന്. രവിതേജയെ ഭീഷണിപ്പെടുത്താൻ നോക്കി ഇവൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ന്യായവിളിത്തരം. സോ ഗൈസ്, ഇവൻ മുസ്ലിം പവറിന് പവർ കൊടുക്കുന്ന ഒരു മുസ്ലിയാരാണ്. വീടിന്റെ അയൽപക്കത്തുള്ള ചേച്ചിയെ കണ്ട ആപ്പിൾ തിന്നണ ഇവനെ കണ്ടാൽ അറിയില്ല ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന്. ഒരു ദിവസം ഭർത്താവുമായി പിണങ്ങിയ അവർ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചാവാൻ ശ്രമിക്കും. കിട്ടിയ അവസരം മുതലാകെ രക്ഷിക്കാൻ വന്ന പേരിൽ എന്തായാലും നീ ചാവാൻ പോവല്ലേ, എന്നാ ഞാനിത്തിരി ചൂട് പിടിച്ചോട്ടാന്ന് അവൻ. അത് വൃത്തികെട്ട അങ്ങനെ അന്ന് അവിടെ നിന്ന് ഓടിയ ഓട്ടത്തിനെ രക്ഷിച്ചതാണ് നമ്മുടെ രവിതേജ. എടാ, ഒരാള് ചാവാൻ പോകുമ്പോ അവരെടുത്ത് കാമം കാണിക്കുന്ന ഒരു വൈകൃത മനോഭാവമാണടാ. അതിനെ നിങ്ങൾ കോമഡി എന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണ. ആക്രാന്തത്തിൽ അഹങ്കാരം പാടില്ല എന്നും പറഞ്ഞ് ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ട് അതിനെ അവന്മാരെ തമാശിപ്പിച്ചു വെച്ചേക്കണം. ഒഴുക്കണ്ട യുവമാരെ മുഖത്ത് ചൂടുവെള്ളം. എന്തായാലും ഈ വിഷയം ഉള്ളത് കൊണ്ട് അളിയനും അച്ചമ്പിയും ഒന്നാകും. പിന്നെ അവരെല്ലാം ചേർന്ന് ഈ വിഷയത്തിൽ നിന്ന് ഊരുന്നതാണ് സിനിമ. പിന്നെ കാമുകനും കാമയും കൂടെ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോ അവിടെ ഭാര്യ വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അണ്ണൻ സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കും. കടലിനുമിടയിൽ പെട്ടുപോയതാണ് അവസ്ഥ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇനി ഇത് പറ്റൂല, ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ രവിതേജ കാമുകയോട് പറയും എനിക്കൊരു ഭാര്യയുണ്ട്, നീ ഭാര്യയുടെ അനിയത്തിയാണെന്ന്. ഇനി നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോ ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവള് ചോദിക്കും നിനക്ക് ഭാര്യയുള്ള കാര്യം നീ എന്താ എന്റെ അടുത്ത് പറയാത്തെന്ന് ചോദിക്കും. അല്ല, ഈ ഭാര്യയൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഭാര്യ ഉള്ളവരും ബാച്ചിലർ ആയിട്ട് ഇരിക്കാറുണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച് മെഴുകാൻ നോക്കുമെങ്കിലും അവൾ അവനെ അടിച്ച് പുറത്താക്കും. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. അത് മാത്രം അവള് രവിതേജയുടെ ഭാര്യയോട്ട് കമ്പനി അടിച്ച് ആ വീട്ടിൽ കയറി താമസിക്കുകയും ചെയ്യും. അതിപ്പോ ലാഭായല്ലോ. ഇവളെ ഒരുത്തൻ തേച്ചെന്നും അവനെ പിടിക്കുന്നത് വരെ താൻ ഇവിടെ തന്നെ താമസിച്ചൊന്നും രവിതേജയുടെ ഭാര്യയും അങ്ങ് പറയും. പിന്നെ അവക്കൊരു ബ്രദർ ഉണ്ട്, ദാണ്ട ഇവൻ ഉപ്പിടാത്ത കഞ്ഞോളം പോലെ ഒരുത്തൻ. ഇവിടെ ഇവൻ മറ്റേ പുഷ്പയിൽ കുന്തത്ത് കയറി ചാവണമെന്നല്ലേ. ഓൾറൈറ്റ് ഗൈസ്, കഥ ഇതുവരെ പോയ സ്ഥിതിക്ക് ഒരു പാട്ട് നമ്മൾ കണ്ടില്ലെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴേ ഭാര്യനെയും കാമുകനെയും അടുത്ത് കിട്ടി നമ്മുടെ നായകൻ നേരെ അവരെയും കൊണ്ട് റൈറ്റ് ഡാൻസ് അങ്ങ് പോകും. പുള്ളിയുടെ കൂടെ ഒരുമിച്ച് വളർന്നവരൊക്കെ ഇപ്പൊ ബലിക്കാക്കയാണ്. ഇങ്ങേര് ഇപ്പോഴും വിഷയം തന്നെ. പുള്ളി ഫിസിക്കലി വീക്ക് അല്ലാത്തോണ്ട് മെന്റലി ഡൗണും അല്ല. ഒരു കാര്യം പറയണം, പല്ലൊക്കെ കൊഴിഞ്ഞിട്ടും പാതാളത്തിൽ പോകാറായിട്ട് പാട്ടും ഡാൻസും ചെയ്യാൻ എന്താ മുസ്ലിം പവർ അങ്ങേർക്ക്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നമ്മുടെ മാതിരിയുള്ള ആരോഗ്യമൊന്നും ഇല്ല.
ഇന്നത്തെ ജീവിത രീതിയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഒക്കെ അവരെ എല്ലാ അർത്ഥത്തിലും ദുർബലരാക്കി. യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്നും നിലനിർത്താൻ മുസ്ലി പവർ എക്സ്ട്രാ. എന്തിനാണ് നമ്മുടെ ഉപ്പിടാത്ത കഞ്ഞോളം ഇവിടെ വരുന്നതെന്ന് അറിയാമോ? എന്റെ സഹോദരി ആരോ തേച്ചു നിറഞ്ഞ അവനെ പിടിക്കാൻ വന്നതാണ്. ഒരു ഹോട്ടലിന്റെ CCTVയിൽ അവർ അവനെ തപ്പും. പക്ഷെ നമ്മുടെ കൂട്ടാളികളെല്ലാം ചേർന്ന് ഒരു പാക്കറ്റ് അയഡിൻ സാൾട്ട് കൊണ്ട് ആ ജനറേറ്റർ കംപ്ലൈന്റ് ആക്കി അവിടുത്തെ കറണ്ട് എല്ലാം ഓഫ് ചെയ്ത് അവനെ രക്ഷിക്കും. പിന്നെ ഏതോ ഒരു ദിശയിൽ നിന്ന് കുറെ ഗുണ്ടകൾ വരുന്നു. വേലുത്തമ്പി തെളവ കഴിഞ്ഞ ഈ കാമത്തേഞ്ഞ തവളയാണ് അഭ്യാസത്തിൽ രണ്ടാമനെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കുറെ ഫൈറ്റ് കാണിക്കുന്നു. ഫൈറ്റ് കഴിഞ്ഞ പ്രപഞ്ച നിയമപ്രകാരം പിന്നും ഒരു പാട്ട്. ആ ISS തീവ്രവാദികളുടെ സ്വപ്നമാണ് ഇങ്ങനെ ജീവിതമൊക്കെ. കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് രവി തേഞ്ഞ. ഇന്ത്യൻ തൊട്ട് അറ്റ്ലാന്റിക് ഓഷൻ വരെയാണ് അണ്ണന്റെ ടെറിട്ടറി. അതിനകത്തുള്ള ഒരു ഒറ്റ പെണ്ണുങ്ങളെ വെറുതെ വിടില്ലല്ലോ. പിന്നെ ഇമാതിരി സിനിമകളിലെല്ലാം അർദ്ധനഗ്ന വിഭാഗത്തിൽ അർപ്പണ ബോധത്തോടെ ഒരു പാട്ട് നിർബന്ധമാണല്ലോ. നമ്മുടെ രവി തേഞ്ഞയുടെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് വിശ്വാസമാണ്. ഇദ്ദേഹം തെറ്റൊന്നും ചെയ്യില്ലെന്നാണ് പുള്ളിക്കാരുടെ വിശ്വാസം. അദ്ദേഹം ശ്രീരാമനെ പോലെയും ഞാൻ സീതയെ പോലെയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കാറ് കയറി വീട്ടിൽ പോകുമ്പോ പറയും, മദ്യത്തിന്റെ ലഹരിയിൽ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറക്കും. എന്റെ ഭാര്യ വിവാഹത്തിന് മുൻപ് 7 പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. പാവം, ആ മുഖത്ത് വിമുക്തത കണ്ടാ അറിയാം മനസ്സിൽ നല്ല കാമുണ്ടെന്ന്. അരേബായി, ഞാൻ പറയുന്ന അടുത്ത സിനിമയിലെങ്കിൽ ഇമാതിരി കഥ വിട്ട് നല്ലൊരു പടം എടുക്ക്. അവസാനം ആരോടെ പൊട്ടിപ്പോ ഇനിയും ജീവിതമുള്ള ഇല്ലയും കൂട്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ എനിക്ക് ഇത്രയും ഓക്സിജൻ പോരാതെ. അതിനാൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാമുകനെയും ഭാര്യനെയും പിടിച്ചു നിർത്തി സത്യസന്ധനാവാനൊക്കെ അളയാൻ ശ്രമിക്കും. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. രക്ഷയില്ലെന്ന് മനസ്സിലായി അദ്ദേഹം അവസാനം അടവങ്ങിറക്കും. കാറെടുത്ത് 6:60 പോയി നേരെ വണ്ടി കൊണ്ട് ഇടിച്ച് മറിച്ച് ആശുപത്രിയിലാകും. രവി തേഞ്ഞയ്ക്ക് അപകടം വന്നതും ഭാര്യയും കാമുകയും കൂടെ ഒരുമിക്കും. പ്രശ്നമെല്ലാം സോൾവ് ആകും. ഒടുവിൽ അദ്ദേഹത്തിന്റെ വക നമുക്ക് എല്ലാവർക്കും ഒരു ഉസ്ത്യ ഉപദേശവും. സോ ഓൾവൈസ് ലിസൺ ടു യുവർ ഓൺ വോയിസ്. ഇതാണ് ഭർത്താക്കന്മാർക്കുള്ള എന്റെ ഒരു മുന്നറിയിപ്പ്. എടോ, താൻ ജെൻസി പിള്ളേരുടെ ജനറേഷൻ തന്തയാവാൻ നോക്കല്ലേടോ. ഉപദേശവും ഉസ്തലും കൂടെ ഒരുമിച്ച് വേണ്ട. ഈ പ്രായത്തിൽ ഒരുമിച്ച് ഒരു 5 പെണ്ണുങ്ങളെ കൊണ്ട് കൊടുത്താൽ അവരെ കാണിക്കാണ് പാവാട പൊക്കി വേണമെങ്കിലും ആടും. പ്രായത്തിനനുസരിച്ചുള്ള റോള് ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല, പക്ഷെ പ്രായത്തിനൊക്കാത്ത റോള് ചെയ്യരുത്. ഇമാതിരി സിനിമയൊക്കെ എടുത്തു വെച്ചാൽ മെഡലൊന്നും കിട്ടൂല, നല്ല ഒന്നാന്തര ഊക്കേ കിട്ടൂ. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.